എന്നെ വിളിച്ചോ സാറേ? വിളിച്ചതാ സത്യം മണി പോലെ സാറിനോട് പറഞ്ഞു അല്ലെ ഇന്നെ ചവിട്ടി കൂട്ടി ഓടിയിട്ടാ നല്ലപോലെ പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ 2 കാലിൽ പോവാം, അല്ലെങ്കിൽ കഴിഞ്ഞിട്ടേ ഇവിടുന്ന് പോവുള്ളൂ. സത്യം പറയടാ. സത്യം പറയടാ. എന്നാ പറ. എന്താണ് ഈ പന്നി കാണിക്കണം? സത്യം പറയടാ. നീ മിമിക്രിക്കാരനാണ്. നീ പെണ്ണിന്റെ ശബ്ദത്തിൽ ഫോൺ ചെയ്തിട്ട് ആണുങ്ങളൊക്കെ പറ്റിക്കുന്നത് കേട്ടില്ല? അയ്യോ സാറേ, ഞാൻ ആണുങ്ങളോടൊന്നല്ല, ഞാൻ അങ്ങനെ സംസാരിക്കാറ് പോലും ഇല്ല. അപ്പൊ പെണ്ണുങ്ങളോട് സംസാരിക്കാറുണ്ട് അല്ലേ? നീ ബിന്ദുവിനെ വിളിച്ചിട്ട് പാട്ട് പാടി കൊടുക്കാറുണ്ടോ? അത് പിന്നെ എന്റെ കുടുംബത്തിലെ ബന്ധുക്കളെല്ലാം ഞാൻ വിളിക്കും. ബന്ധുക്കൾ പൈസ വിളിക്കാറുണ്ടോ? നീ സൂറനെ ഫോണില് വിളിക്കാറുണ്ടോ? ശരി ശരി ശരി. അപ്പൊ നീ ആരെയും വിളിച്ചിട്ടില്ല? അതൊന്ന് കേൾപ്പിച്ചു കൊടുത്തേ. ആരെയും വിളിച്ചിട്ടില്ല അല്ലേ? കേൾപ്പിച്ചേരാം. നിന്റെ തിങ്കളാഴ്ച നോയം പിന്നെ മുടക്കും ഞാൻ. നിന്റെ തിങ്കളാഴ്ച നോയം പിന്നെ മുടക്കും ഞാൻ. സത്യമായിട്ടും മുടക്കും ഞാൻ. ഏതോ മിമിക്രിക്കാരെ എന്റെ ശബ്ദം അനുകരിച്ച് പാടിയിരിക്കുന്നതാണ്. നിന്റെ ശബ്ദം അനുകരിക്കാൻ നീ ആരാ? സിനിമ ശരി, അത് നിന്നെ അനുകരിച്ചതാണ്. ഇതൊന്ന് കേക്ക്. കുളിക്കാൻ പോവാണ്. എന്താ വീഡിയോ കോൾ ചെയ്യോ? ചെയ്യോ പ്ലീസ്. ഇനിയുണ്ട് സാർ? ഇനിയുണ്ടോ? അയ്യോ അതിനല്ല. ഈ കുളിക്കുമ്പോ ഏത് സോപ്പാണ് ഉപയോഗിക്കുന്നത്? ഷാമ്പു ഉപയോഗിക്കോ, പിന്നെ ഓയിൽ ഉപയോഗിക്കോ, പിന്നെ ചൂടുവെള്ളത്തിലാണോ പച്ചവെള്ളത്തിലാണോ കുളിക്കുന്നതെന്നൊക്കെ ഒന്ന് അറിയാം. അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നിനുമല്ല. വയറ്റാട്ടിയാ. ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയൂ. സത്യം പറയണേ. ഇപ്പൊ എന്തോ ഡ്രസ്സായിട്ടേ? പറ പ്ലീസ്. എന്താ സത്യം പറയില്ല സാറേ? എത്ര ചോദിച്ചിട്ടും പറയില്ല. എന്താ കേസ്? ഈ പെണ്ണുങ്ങളൊക്കെ ഫോണിൽ വിളിച്ചിട്ട് ശല്യപ്പെടുത്താം, പൂവാല ശല്യം. സാറേ വീഡിയോ കോളൊക്കെ വിളിച്ചിട്ടേ ആൾക്കാർ പൈസ മേടിക്കാം. ഭയങ്കര ക്രിമിനലാവേ. തെളിവ് കയ്യിലുണ്ട്, എന്നിട്ട് ചോദിച്ചിട്ട് കുറ്റം സമ്മതിക്കില്ലേ? ഒരു കാര്യം ചെയ്യ്, തൽക്കാലം അങ്ങോട്ട് മാറ്റി കിടന്നു. എല്ലാവരും സമ്മതിക്കണല്ലോ സാറേ. പിന്നെ ചെയ്യാതെ തൽക്കാലം കൊണ്ട് മാറ്റി സംസാരിക്കാണ്ട്. എന്നിട്ടേ എല്ലാവരും ഒന്ന് ഇങ്ങോട്ട് വാട്ടോ. ഓത്ത് പോലത്തെ എനിക്ക് എന്താ പറ്റി സാറേ? അല്ല, ഒരു ടെൻഷൻ കാണാണ്ട്. അവരൊന്നും ഇങ്ങോട്ട് വന്നോട്ടെ, ഇത് പറയാം. അതേ, ഒരു പുതിയ ഉത്തരവ് വന്നിട്ടുണ്ട്. എന്താ സാർ? ഇനി മുതൽ എല്ലാ സ്റ്റേഷനുകളിലും CCTV ക്യാമറ സ്ഥാപിക്കണം. എന്ത്? ഇവിടെയൊക്കെ എല്ലായിടത്തും CCTV ക്യാമറ വെക്കണം. ഇനി മുതൽ ഒരു പ്രതികളുടെ നേരെ നമുക്ക് അനാവശ്യമായിട്ട് വിരല് ചൂണ്ടാൻ പോലും പറ്റില്ല. ഒരാളെ അടിക്കരുത്, ഇടിക്കരുത്. എന്തിന്? ചീത്ത വാക്കുകൾ പോലും പറയാൻ പാടില്ല. തെറി വിളിക്കലൊന്നും ഇനി നടക്കില്ല കേട്ടോ. എന്റെ സാറ് 2 തെറിയും പറഞ്ഞ് 2ഉം കൊടുക്കാതെ പിന്നെ എന്തൊരു പോലീസ് സ്റ്റേഷൻ? അപ്പൊ അത് തന്നെയല്ലേ ഞാനും ഇങ്ങനെ കിടന്ന് ടെൻഷൻ അടിക്കുന്ന. ഇവന്മാരൊക്കെ 2 ഇടി ഇടിക്കാതെ ആര് സത്യം പറയാനാ? സാറേ 150 ഇടിയാ ഞങ്ങൾ 3 ആൾ കൂടി ചേർന്ന് ആ പന്നീനെ ഇടിച്ച്. എന്നിട്ട് ഓൻ സത്യം പറഞ്ഞില്ല. അറിയാം നിങ്ങൾക്ക്? എന്ത് ചെയ്യും? എന്താ കാട്ടുന്നത്? അല്ല സാറേ, ഇത് ഒരു റൂമിൽ മാത്രല്ലേ വെക്കുള്ളൂ? ഒരു റൂമിൽ മാത്രമൊന്നല്ലേ, സ്റ്റേഷനിലെ എല്ലാ മിക്ക സ്ഥലങ്ങളിലും, അതായത് കോറിഡോറില്, അതേപോലെ നമ്മുടെ റിസപ്ഷനില്, സ്റ്റേഷന്റെ പുറകു സൈഡ്, ഇത് ഇവിടെ വരെ വെക്കും എന്ന് പറയുമ്പോ ലോക്കപ്പിലും വെക്കും. എന്തൊരു
എന്തൊരു കോപ്പിലെ നിയമങ്ങളാണ് ഈ വരണേന്നാണ് ആലോചിക്കുന്നത്. ഈ പ്രത്യേകം ശ്രദ്ധിക്കണേ, ഒരു സെന്റൻസിൽ 3-4 തെറി പറയണമായി. ഒന്ന് ശ്രദ്ധിച്ചോട്ടോ. സാറേ, ഇത് കുറ്റം സമ്മതിക്കാത്ത ആളുകളെ പിന്നെ നമുക്ക് എന്ത് ഭാഷ പറയാൻ പറ്റും? അതൊക്കെ ശരിയാണ്, അതൊക്കെ ശരിയാണ്. അല്ലെങ്കിൽ തന്നെ പോലീസിന് നാട്ടിലെ പലരുടെ ഇടയിൽ ഒരു വിലയില്ല. ഇനി തെറി പറയാനും അടിക്കാനും പാടില്ലെങ്കിൽ പിന്നെ നമ്മുടെ സ്ഥിതി ഭയങ്കര കഷ്ടമാണ്. പ്യാരിന്റെ കഥ അറിയില്ല നിങ്ങൾക്ക്? സ്കൂളിലെ കുട്ടികളെ തല്ലരുന്നുള്ള നിയമം വന്നപ്പോ ആ മാഷും പണി ഒഴിവാക്കിയിട്ട് തല്ലാൻ മുട്ടിയിട്ട് ഇവിടെ വന്ന് പോലീസിൽ ചേർന്നാണ്. ഈ പോണെന്താക്കൂ? ക്യാമറ മൂടി വെച്ചിട്ട് ഇടിച്ചാ പോരെ? ഒരു പരിപാടിയും നടക്കില്ല. ഈ ദൃശ്യങ്ങളിൽ കൃത്രിമം കാണിക്കാതിരിക്കാൻ വേണ്ടി വിഷ്വൽസ് സംസ്ഥാന ഡാറ്റാ സെന്ററുകളിൽ സൂക്ഷിക്കാനാണ് ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശം. ചുരുക്കി പറഞ്ഞാൽ ഇപ്പൊ ഒരു കളി നടക്കൂല അല്ലേ സാറേ? ഒരു കളി നടക്കില്ല എന്ന് തന്നെയല്ല, മാന്യമായിട്ട് പെരുമാറണം. അതെ, കാരണം നല്ല പുള്ളികളാണല്ലോ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. വളരെ മാന്യമായിട്ട് പെരുമാറണം. ഒരു ചീത്തവാക്കും പറയരുത്, അടിക്കരുത്, ഉപദ്രവിക്കരുത്. അപ്പൊ തല്ലാനും പാടില്ല, തെറി പറയാനും പാടില്ല. പിന്നെ പോലീസ് സ്റ്റേഷൻ. ഇയാളുടെ നാക്കൊന്ന് ശ്രദ്ധിച്ചോട്ടോ, നല്ല പണി കിട്ടും. അല്ല സാർ, അത് എന്നപ്പോ ഫിറ്റ് ചെയ്ത്? 2 ദിവസത്തിനുള്ളിൽ സംഗതിയൊക്കെ ഇവിടെ വരും. അതിനു മുൻപ് വല്ല തെളിയിക്കാനുള്ള കേസൊക്കെ ഉണ്ടെങ്കിൽ ഇടിച്ച് പറയിപ്പിച്ചോ അവനെ കൊണ്ടൊക്കെ. വന്ന സാറേ, 2 ദിവസം കൂടിയല്ലേ ഉള്ളൂ. എല്ലാ തെളിവും കിട്ടിയിട്ടുണ്ട്, പക്ഷെ അവൻ പറയണില്ല. യൂണിഫോമൊക്കെ മാറ്റി വല്ല ലോഹം എടുത്തിടാറുന്നു. കുറ്റം സമ്മതിച്ചില്ല, പിന്നെ എന്തിനെ ഇടിക്കണ? നിന്നോട് ആരാ കുറ്റം സമ്മതിക്കാൻ പറഞ്ഞു? ഞാൻ പറയുമ്പോ സമ്മതിച്ചാ മതി. സാറേ, ഞാൻ കുറ്റം സമ്മതിച്ച്. ഈ പഞ്ചായത്തിലുള്ള എല്ലാ തെറ്റും ഞാനാണ് ചെയ്തത് സമ്മതിച്ച്. പിന്നെ എന്തിനാണ് ഈ സാറന്മാരെ കേട്ടിരിക്കുന്നത്? നീ വന്ന സമയം കറക്റ്റായി ആണ്. നിങ്ങൾ അത്യാവശ്യം ഇടിയൊക്കെ കഴിഞ്ഞില്ലേ? എല്ലാം കഴിഞ്ഞല്ലോ. പിന്നെ 2 ദിവസം കൂടി കഴിഞ്ഞാൽ ഇവിടെ ഈ CCTV ക്യാമറ വരിക. പിന്നെ ഞങ്ങൾക്ക് ഈ പ്രതികളെ ഇടിക്കാനോ അടിക്കാനോ കുത്താനോ ചീത്തവാക്ക് പറയാനോ അനാവശ്യം പറയാനോ ഒരു പരിപാടി നടക്കില്ല. അപ്പൊ അതിന്റെ ഇടിയുടെ ഒരു സെൻഡ് ഓഫാ സത്യം പറഞ്ഞത് ഞങ്ങൾക്ക്. ഞാനിവിടുത്തെ SI ആ. അപ്പൊ നമുക്കും ഒരു ചെറിയ ആഗ്രഹമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോ ഒന്നുമില്ല, ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഒരു 2 അടി കേട്ടോ, ഒരു 2 അടി. അവര് SI അല്ലോ കേട്ടോ. അത്രേ ഉള്ളൂ. ഒന്നുമില്ല. സുഗതൻ സാറേ, എന്തൊക്കെയായിരുന്നു നമ്മളെ സ്റ്റേഷനിൽ? അടിയും കുത്തും ബഹളവും തെറിയും വില കൂടി മരിച്ച വീട് പോലെ. വായക്ക് രുചിയായിട്ട് 4 തെറി പറഞ്ഞിട്ട് എത്ര ദിവസമായിന്നറിയോ? അല്ല, തെറി പിന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം, അടിക്കാൻ പറ്റും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ വെറുതെ ഒന്നും ഇരിക്കില്ല. ഇന്നലെ വൈകിട്ട് രാത്രി 9 മണിക്കേ മാർക്കറ്റിലെ റോഡ് സൈഡിൽ കിടന്നിറങ്ങണ 5-8 എണ്ണത്തിന് അസല് പടേനെ കൊടുത്ത് ഓടിച്ചു വിട്ടു ഞാൻ. നമ്മളെ പ്യാരിന്റെ കാര്യം ആലോചിച്ചിട്ട് എനിക്ക് ഒരു സെന്റൻസിൽ 3-4 തെറി പറയണ പിന്നെ എങ്ങനെ സഹിച്ചു പുറത്തൊക്കെ നിക്കണത്? ഞാൻ രാവിലെ ഇറങ്ങുമ്പോ സൂര്യനോട് ചോദിക്കുക, എങ്ങനെയാ നിങ്ങൾ സ്റ്റേഷനിൽ ജീവിക്കണ? ഇപ്പം
ശരിക്കും ശ്വാസം മുട്ടാണ്. എന്തിനാണ് എന്നെ പിടിക്കുന്നത്? എന്തിനാണ് എന്നെ പിടിക്കുന്നത്? എന്താ ഇയാൾക്ക് സുഖല്ലേ? സുഖമൊന്നുമില്ല. പിന്നെ എന്തിനാ വിട്ടാ ഇയാൾ ഓടും? സാറേ ബസ് ഇയാൾ എന്റെ അടുത്ത് മോശമായിട്ട് പെരുമാറി. ഇയാളോ? ആ. ഈ മനുഷ്യനോ? ആ ആരാകാലം നോക്കട്ടെ. ഈ പ്രായത്തിലോ? എടാ, സുഗതൻ സാറേ. അതെ മാഡം, എന്താ ആക്ച്വലി സംഭവിച്ചത്? സാറേ ഇത് ഇയാളുടെ സ്ഥിരം പരിപാടിയാണ്. എന്നും ഞാൻ ഈ ബസ്സിൽ തന്നെയാ പോണ്. ആഹാ. ഇയാള് ബസ്സിൽ കയറിയിട്ട് മുമ്പിൽ വെക്കും. എന്നിട്ട് പെണ്ണുങ്ങളെ മുട്ടി ഒരുമി നിക്കണം അയാൾക്ക്. പലപ്പോഴും ഞാൻ അത് കണ്ടിട്ടുണ്ട്. ആരും പ്രതികരിച്ചിട്ടില്ല. ഇന്ന് ഇയാൾ എന്റെ മെക്കിട്ട് കയറാൻ വന്ന്. അപ്പൊ ഞാൻ ഡ്രൈവറോട് പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇനി വണ്ടി നിർത്തിയാൽ മതി. ഞാൻ പെണ്ണുങ്ങളെ സഹായിക്കാണ് സാറേ. എടാ, സുഗതൻ സാർ, എന്തത്? കണ്ണൂരോട് വന്നേ. ഞാനാ ഇങ്ങോട്ട് വരൂ. ഒട്ട് വാടോ. എടോ, മനുഷ്യന്മാർക്ക് ചേർന്ന പണിയാണോ അത്? ഈ കൊച്ചിന്റെ അപ്പൂപ്പന്റെ പ്രായല്ലേ? ഈ പ്രായത്തിൽ എങ്ങനെയൊക്കെ ചെയ്യാൻ പാടുവോ? അതെ, ഞാനൊന്ന് സഹായിച്ചതാണ്. ഇയാള് ബസിന്റെ ഫ്രണ്ടിലല്ലേ കയറിയത്? അതെ, സഹായിക്കാൻ കയറിയതാണ്. എന്തിനാ ഇയാള് ബസിന്റെ ഫ്രണ്ട് കയറിയത്? അവിടെ ഒന്ന് സഹായിച്ചു കൊടുക്കാൻ. അതില് അതെ, എന്നും ഈ ഒരേ ബസ്സിൽ കയറിയിട്ട് നിങ്ങൾ എങ്ങോട്ടാ പോണേ? അത് കോളേജിന്റെ മുമ്പിൽ ചെന്നിറങ്ങാനാണ്. സാർ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. രണ്ടെണ്ണം പൊട്ടിക്ക് എന്നാലേ നന്നാവുള്ളൂ. ഏയ്, അടിയും പിടിയും തെറിയൊന്നും ഇവിടെ ഇല്ല. ഇതൊക്കെ മോളിന്ന് ഒരാൾ കാണുന്നുണ്ടല്ലോ. അതെ, അപ്പൊ പോലീസ് സ്റ്റേഷൻ അല്ലേ? പോലീസ് സ്റ്റേഷനാണ്, പക്ഷെ പഴയ പോലീസ് സ്റ്റേഷൻ അല്ല. ഒരുപാട് മാറ്റം വന്നു ഈ പോലീസ് സ്റ്റേഷൻ. എന്റെ സാറെ നാട്ടുകാരൊക്കെ കൂടി ഇയാളെ തല്ലാൻ പോയതാണ്. അപ്പൊ ഞാനാ പറഞ്ഞത് പോലീസ് സ്റ്റേഷനിലോട്ട് കൊണ്ടുവരാൻ. അവിടെ പോയില്ലേ? നാട്ടുകാർ വളഞ്ഞിട്ട് തല്ലണ സമയത്ത് ഈ സ്റ്റേഷനിലേക്ക് ഒന്ന് ഫോൺ ചെയ്താൽ മതിയായിരുന്നില്ലേ? ഞങ്ങൾ അവിടെ വന്നിരുന്നില്ലേ? സർ, അതെ, കാരണം ഇനി ഇത് ആവർത്തിക്കരുത്. ഈ ബസിന്റെ ഫ്രണ്ടിലൊക്കെ കയറിയിട്ടേ സ്ത്രീകൾ അങ്ങനെ തൊട്ടുരുമി നിൽക്കുന്നതൊന്നും ശരിയില്ല കേട്ടോ. ഈ പ്രായത്തിന് ശരിയില്ല. ഇനി ബസ് കയറുമ്പോ സീറ്റ് കിട്ടിയില്ലെങ്കിൽ ബസിന്റെ ബാക്കിലേ നിൽക്കാവൂ, ഫ്രണ്ടിലേക്ക് വരരുത് കേട്ടോ. അപ്പൊ ഇവരെ സഹായിക്കണ്ടേ? അവർക്ക് സഹായിക്കാൻ ഇഷ്ടംപോലെ സ്ത്രീകൾ മുന്നിലുണ്ടല്ലോ. ഇനി അങ്ങനെ ചെയ്യില്ല, പൊയ്ക്കോളൂ. എന്റെ സാറെ പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ പറയുമ്പോ ഞങ്ങൾക്കൊരു സങ്കല്പം ഉണ്ടായിരുന്നു. അല്ല, സങ്കല്പമൊക്കെ ഞങ്ങൾ അതെ, പോലീസ് സ്റ്റേഷനൊക്കെ തന്നെയാണ്. ഇനി മുതൽ ഇയാൾ ഇതുപോലെ എന്തെങ്കിലും കാണിച്ചാൽ വിളിച്ചു പറഞ്ഞാൽ മതി. ഞങ്ങൾ ആ സ്പോട്ടിലെത്തിയിട്ട് എന്താ പഠിച്ചാ ചെയ്തോളാം കേട്ടോ. നീ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരണ്ട. അതെ, അതിൽ നല്ലത് ഇയാളെ ആ നാട്ടുകാർ തല്ലിക്കൊല്ലണായിരുന്നു. ഇങ്ങോട്ട് കൊണ്ടുവരണ്ടായിരുന്നു. അല്ല മാഡം, അങ്ങനെയല്ല. ഇനി അയാൾ ആവർത്തിക്കില്ല കേട്ടോ. ആവർത്തിക്കരുത്. ഇല്ല കേട്ടോ. അപ്പൊ പൊക്കോളൂ. ശരി. സാറേ ഇയാൾ ഇവിടെ കുറച്ചു നേരം പിടിച്ചു നിർത്താൻ പറ്റുമോ? സമാധാനമായിട്ട് എനിക്ക് അങ്ങോട്ട് നടന്നു പോവാനാ. കാരണരേ, ഇനി ബസിന്റെ ഫ്രണ്ട് കയറരുത്, ബാക്കിലേ നിൽക്കാവൂ കേട്ടാ. പൊയ്ക്കോ. കണ്ടോ, ഞങ്ങൾ അയാൾ ഒന്നും ചെയ്തിട്ടില്ല. മാന്യമായിട്ട് പറഞ്ഞയച്ചു. ഇതിൽ മേലെ മാന്യമായിട്ട് പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് അറിയില്ല. ഉണ്ട് സൂര്യ സാറേ, കുട്ടികൾ നാടകം കളിക്കുന്ന പോലെ എനിക്ക് തോന്നി. ഒരു പുളിച്ചെന്നാൽ തെറി പറയാൻ പറ്റില്ല. അല്ല, അവനെന്റെ കൈ കിട്ടും. കിട്ടും. സാറേ, എന്താണ് സാറേ, ഞങ്ങൾ ആ ഇല്ലിക്കൽ ജംഗ്ഷനിൽ CI സാറിന്റെ കൂടെ ചെക്കിങ്ങിന് നിൽക്കായിരുന്നു. അപ്പൊ ഇയാള് ഹെൽമെറ്റ് ഇല്ലാതെ ബൈക്ക് ഓടിച്ചോണ്ട് വന്നു. ഞാൻ ബൈക്കിന് കൈ കാണിച്ച് ഇയാളെ നിർത്തി. ഇയാളുടെ പേപ്പറൊക്കെ പരിശോധിച്ചോണ്ടിരിക്കുന്ന സമയത്ത് എന്റെ ഫോൺ സൈലന്റ് ആക്കി ജീപ്പിന്റെ ബോണറ്റിൽ വെച്ചിരുന്നു. ഇയാളെ പറഞ്ഞങ്ങാട് വിട്ടു കഴിഞ്ഞപ്പോ ഫോൺ കാണാനില്ല. ഇയാളെ ഞങ്ങൾ ഓടിച്ചിട്ട് പിടിച്ചതാണ്. ഇയാൾ എടുത്തിട്ടില്ലെന്നാ പറയണം. വേറെ ആരും അവിടെ വന്നിട്ടുമില്ല. CI സാറ് സൂര്യ സാർ അവിടെ തന്നെ ഉണ്ട്. ഞങ്ങൾ മൂപ്പരെയും കൂട്ടി ഇങ്ങോട്ട് പോണം. ആ ഫോണുകൾ കൊടുക്ക്. സാറേ, ഞാൻ എടുത്തിട്ടില്ല സാറേ. ഇതൊക്കെ കൈമാറിപ്പോയി സാറേ. ഇതൊക്കെ ചെയ്യണല്ലേ സാറേ? വെറുതെ കഥകൾ ഉണ്ടാക്കിയിട്ട് പറയണേ ഈ സാറന്മാര്. അല്ലാണ്ട് ഞാൻ ഫോണൊന്നും എടുത്തിട്ടില്ല. എനിക്ക് എന്നെ ഫോൺ എടുക്കേണ്ട കാര്യമില്ല. എനിക്കൊരു ഫോൺ ഉണ്ട്, ഞാൻ അത് തന്നെയാണ് ഉപയോഗിക്കാറ്. ഇത് പറഞ്ഞവർക്ക് കേൾക്കണില്ല. ആ, ഇയാളുടെ പേരെന്താ? എന്റെ പേര് സത്യശീലൻ സാറേ. ഞാനൊരു വർക്ക്ഷോപ്പിലെ ജീവനക്കാരനാണ്. ഞാൻ വർക്ക്ഷോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സാറ് വണ്ടി കൈ കാണിച്ചിട്ട് വണ്ടി നിർത്തിയത്. വണ്ടി ഇറങ്ങിയിട്ട് എന്നോട് ചോദിച്ചു പേപ്പറും ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഉണ്ട് സാറേ, എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു. എടുക്കുന്ന് പറഞ്ഞു. അപ്പൊ നോക്കുമ്പോൾ അതിൽ പൊല്യൂഷന്റെ സർട്ടിഫിക്കറ്റ് ഇല്ല, പിന്നെ ഹെൽമെറ്റും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതില്ല, അത് കേട് വന്നാൽ ഞാൻ വേറെ ഒന്ന് മേടിക്കാൻ വേണ്ടി നിൽക്കണം. അപ്പൊ അത്ര വലിയ മാന്യനല്ല. അതെ, ഞാൻ ഫൈൻ അടയ്ക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. ഈ ഫൈൻ അടക്കിൽ എന്തിനാ വെച്ചിട്ടുള്ളത്? നിങ്ങൾ ഈ തെറ്റൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ്. അല്ലാതെ തെറ്റ് ചെയ്തിട്ട് അടയ്ക്കാനുള്ള ഒരു സാധനം അല്ല ഫൈൻ. അല്ല സാറേ, എനിക്കറിയാം. ഇല്ല, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. ഞാൻ പൊല്യൂഷൻ ഒരു ഡേറ്റ് മാറി. ഞങ്ങള്
ഞങ്ങൾ സാറേ, തീരുമാനിച്ചോളാം. പൊതുവെ മൂപ്പരുടെ സംസാരത്തിൽ പോലീസിനോട് ഒരു പുച്ഛം. ഒരു പുച്ഛമില്ലാതെ നിങ്ങൾക്ക് തോന്നിയതാണ്. സാറേ ഞാൻ വേറൊരു കാര്യം കൂടെ പറയട്ടെ. അവരെന്നെ ആ റോഡിൽ വെച്ചിട്ട് ഇവർ അടിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഭയങ്കര മോശമായിട്ടാണ് എൻ്റെ അടുത്ത് പെരുമാറിയത്. ഇപ്പൊ നമ്മുടെ ഈ പോലീസ് സ്റ്റേഷന്റെ അവിടെ ഈ പടിങ്ങട് കയറോട് കൂടിയിട്ട് ഇവര് ഭയങ്കര മാന്യമായിട്ടാണ് പെരുമാറുന്നത്. അത് സാറിനെ പേടിയുള്ളതുകൊണ്ട് മാത്രം. അതെ, വളരെ മാന്യമായിട്ടും വളരെ സൗമ്യതയോടു കൂടെയാണ് നിങ്ങളോടിപ്പോ ഞങ്ങൾ സംസാരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആ ഫോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് കൊടുത്താൽ സംഗതികൾ അവസാനിച്ചു. സാറേ ഞാൻ എടുത്തിട്ടില്ലാന്ന്. ഞാൻ മോഷ്ടിക്കുന്ന ആളല്ല. എന്റെ തറവാട്ടിൽ കള്ളന്മാരൊന്നുമില്ല. ഞാൻ മോഷ്ടിച്ചിട്ടില്ല. അത് ഞാൻ എവിടെയും പറയും, പോലീസ് സ്റ്റേഷനിലും പറയും. അതിന്റെ പേരിൽ നിങ്ങൾ വെറുതെ തെറി പറയാൻ നിൽക്കുന്നു. ആര് തെറി പറയുന്ന പറയണം. അയ്യേ, അതെ, നിങ്ങളൊരു സാധനം മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനും നിങ്ങളെ കൊണ്ടത് പറയിപ്പിക്കാനും ഒക്കെ ഞങ്ങൾക്ക് പറ്റും. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, പോലീസ് സ്റ്റേഷനാണ്, കുറെ കൂടിയൊക്കെ മര്യാദയിൽ ഞങ്ങൾ ആദ്യം ശ്രമിക്കുകയാണ്. അപ്പൊ ദയവ് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കൊടുക്കണം എന്നാണ് ഞാൻ വീണ്ടും ആവശ്യപ്പെടുന്നത്. എന്റെ അച്ഛനാണ് സത്യം, അമ്മയാണ് സത്യം. സാറേ ഞാൻ എടുത്തിട്ടില്ല. ഇയാൾ അച്ഛനമ്മേനൊക്കെ വിളിച്ച് സത്യം എടുത്തുകൊണ്ട് ഇയാളല്ലാതെ വേറെ ആൾ അവിടെ വന്നിട്ടില്ല എന്നും പറയുന്നത്. ഞാനെന്താ ചെയ്യേണ്ടത്? അതെ, അയാൾ ആ പൊല്യൂഷന്റെ അതേപോലെ ഹെൽമെറ്റ് വെക്കാത്ത ഫൈൻ അടപ്പിച്ചിട്ട് പറഞ്ഞോളൂ. സാറേ സാറേ വലിയ ഉപകാരം സാറേ. സാറേ എനിക്കൊരു 2 മിനിറ്റ് തന്ന അവനെ കൊണ്ട് ഞാൻ സത്യം പറയിപ്പിക്കാം. ശബ്ദം താഴ്ത്തി പറ. അതതിൽ കേൾക്കൂല. പോലീസിന്റെ മുകളിലാണ് അവൻ കട്ടെടുത്തേക്കണത്. ഇവൻ വലിയ കളവ് സംഘത്തിന്റെ ക്യാപ്റ്റനാണ്. അവന്റെ നിപ്പ് കണ്ടോ, ഒരു കൂസലില്ലാതെ. 2 എണ്ണം കൊടുത്ത് അവൻ സത്യം പറയും. ഒരുപാട് കേസുകൾ തെളിയിക്കാം. സാറിനും അതൊരു അഭിമാനമാണ്. ഒന്ന് കണ്ണടക്കം, ഒരു 2 മിനിറ്റ് അത് നോക്കണ്ട, ഞാൻ ഹാൻഡിൽ ചെയ്തോ. നമുക്കൊന്ന് മൂത്രമൊഴിച്ചാലോ? ഏയ് വേണ്ട മൂത്രം. സാറിൽ ഒന്ന് ഒഴിച്ചേക്ക്. വേണ്ട സാറേ. ഞങ്ങളുണ്ടല്ലോ. സാറേ എനിക്ക് മൂത്രമൊക്കെ ഒന്ന് ഒഴിച്ചിട്ട് പോരടോ, മൂത്രല്ലേ. മൂത്രം ഒഴിക്കാൻ വേണ്ടി പോണതാ.